Okay, good morning. Videos on ചെയ്ത് വെക്കണേ. നോക്കിയായിരുന്നോ ഈ ലേണിംഗ്സിൽ നോക്കിയായിരുന്നോ എന്താ നോക്കാൻ പറഞ്ഞത്? ഓക്കെ, എന്തൊക്കെയാ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ്? പുതിയ എന്തെങ്കിലും കിട്ടിയോ? ക്ലാസ്സിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ? അൻസിയ, ഗോപിക, എല്ലാവരും വീഡിയോ ഓഫ് ആണ് ഓൺ ചെയ്ത് വെച്ചേ. അഖില, എന്തൊക്കെയാ നോക്കിയേ ഈ ലേണിംഗ്സിൽ നിന്ന്? ഞാൻ ജസ്റ്റ് ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കമ്പോണൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കമ്പോണൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്തൊക്കെയാ കമ്പോണൻസ്? EPF, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ EPS, എംപ്ലോയി പെൻഷൻ സ്കീം, പിന്നെ എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ബാക്കി ആരും നോക്കിയില്ലേ? നോക്കി. ഓക്കെ, എന്താണ് EPF? അശ്വിനി. അൻസിയ ട്രാവലിംഗിലാണോ? അൻസിയുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. സുഹാന, ഫായിസ്, ആസിയ, ഗൗതം. പക്ഷെ എനിക്ക് കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. മൈക്ക് കംപ്ലൈന്റ് ആണോ? കേൾക്കുന്നില്ലല്ലോ. വിമൽ, മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. വിമൽ നോക്കിയോ? ഞാൻ എലിമെന്റ്സ് നോക്കിയില്ല. ഞാൻ നോക്കില്ലേ. എന്താടാ നോക്കാത്തെ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആർക്കും ഈ ലേണിംഗ്സ് ഒന്നും കിട്ടത്തില്ലേ അവിടെ? വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? പെട്ടെന്ന് ചോദിച്ചിട്ടൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഗ്രീഷ്മ ഉണ്ടോ? ശരിയായോ? മൈക്ക് ശരിയായോ? ഹലോ. ആ, കേക്കാം. ആ, കേക്കുന്നുണ്ട്. നോക്കിയില്ല? ഇല്ല. അപ്പൊ നോക്കിയവര് മാത്രം റിയാക്ട് ചെയ്താൽ മതി. നോക്കാത്തവരോട് പിന്നെ ചോദിക്കണ്ടല്ലോ. ഒരാൾ മാത്രമാണോ നോക്കിയിട്ട് വന്നിട്ടുള്ളൂ? ഓക്കെ, ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാവോ? എന്താണ് EPF? മിസ്സേ, EPF-നകത്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ വരുന്നത്. ആ, ഓക്കെ. ഇനി EDLI എന്താ? എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. അതിനകത്താണ് ഇൻഷുറൻസ് കവറേജ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇത് EPF ആയിട്ടും EPS ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. പിന്നെ ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8.15% ആണ്. പിന്നെ ഇത് ടാക്സ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയിക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും 1,50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അല്ലെ? അപ്പോൾ നമ്മുടെ ഈ ഒരു EPF-ലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷന് 3 എലമെന്റ്സ് ഉണ്ട്. EPF ഉണ്ട്, EPS ഉണ്ട്, EDLI ഉണ്ട്.
നമ്മള് നമ്മുടെ ആ ഒരു സാലറിയുടെ ആ ഒരു ലിമിറ്റ് പറയുന്നുണ്ടായിരുന്നു 15,000 പെർ മന്ത് അല്ലെ. നമ്മള് ഗ്രോസ് വേജസ് ആണ് എടുക്കുക, പക്ഷെ അതിനകത്ത് സാലറിയും ഡിയർനെസ് അലവൻസും മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു 15,000 അല്ലെ. അതിന് മുകളിൽ പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, PF കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഇന്നലെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയറും എംപ്ലോയിയും 12% വെച്ചിട്ടായിരിക്കും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടാവാന്നല്ലേ. അപ്പം ഈ ഒരു 12% ഫുള്ളും എന്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഈ ഒരു റിട്ടയർമെന്റ് ഫണ്ടായ EPF പോകുന്നില്ല. അതിനകത്ത് സർട്ടൻ പെർസെന്റേജ് എങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, എന്തിലേക്ക് മാറുന്നുണ്ട്, എന്തിലേക്ക് മാറുന്നത്? 12% മൊത്തമായിട്ട് നമ്മുടെ ഈ ഒരു EPF തന്നെയാണോ പോകുന്നത്? നമ്മുടെ PF അക്കൗണ്ടിലേക്ക് നമ്മുടെ എമൗണ്ട് കോൺട്രിബ്യൂഷൻ നടത്തുമ്പോൾ മൊത്തം പെർസെന്റേജ് ആ 12%, അതായത് സപ്പോസ് 15,000 ആണെങ്കിൽ ആ ഒരു 1,800 രൂപയും നമുക്ക് EPF തന്നെയാണോ പോകുന്നത്? ആണ്, ആണോ? ഈ ലേണിംഗ്സ് നോക്കിയവര് നോക്കിയില്ലായിരുന്നോ? ED/LA നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആ ഒരു ഇൻഷുറൻസിലേക്ക്? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു എംപ്ലോയി പെൻഷൻ സ്കീമിലേക്ക് ഈ ഒരു 12% കോൺട്രിബ്യൂഷന്റെ 8.33% ആയിരിക്കും കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള ആ ഒരു പെർസെന്റേജ് നമ്മുടെ EPF ആയിരിക്കും നമ്മുടെ ആ ഒരു PF അക്കൗണ്ടിൽ നിന്ന് അവർ മാറ്റുന്നുണ്ടാവുക. ഇതിനകത്ത് ഈ ഒരു എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പ്രത്യേകിച്ച് അഡീഷണൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് PF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ED/LI എന്ന് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങളും ക്ലിയർ ആണോ എന്താണെന്നുള്ളത്? EPF എന്താണ്, EPS എന്താണ്, ED/LI എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ വന്ന ഒരു എംപ്ലോയിനെ PF അവരുടെ ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും റിട്ടയർമെന്റ് കഴിഞ്ഞ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിലോ ഒക്കെ നമ്മൾ PF അക്കൗണ്ടിൽ നിന്ന് അയാളെ നമ്മുടെ ആ ഒരു സെർവറിൽ നിന്ന് അയാളെ എക്സിറ്റ് ചെയ്ത് കളയണം അല്ലെ. എങ്കിൽ മാത്രമേ അയാൾക്ക് മറ്റൊരു കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ PF അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മന്ത്ലി ഫയലിംഗ് എങ്ങനെയാണ്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ ഫർണിഷ് ചെയ്ത് പേയ്മെന്റ് എങ്ങനെ ചെയ്യുന്നു, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വൺസ് ഒരാള് ഒരു PF കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഒരു UAN നമ്പർ കിട്ടും, യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ കിട്ടും. ഈ ഒരു UAN നമ്പർ വെച്ചിട്ടായിരിക്കും ഓരോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ ഫർണിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു UAN നമ്പർ നിങ്ങളൊരു കമ്പനി കയറി നിങ്ങൾ രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ ഈ ഒരു UAN നമ്പർ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കിട്ടും. സെയിം രീതിയിൽ നിങ്ങളുടെ ആ ഒരു സാലറി സ്ലിപ്പിലോ ബാക്കി ഡീറ്റെയിൽസിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു UAN നമ്പർ, അതായത് PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഈ ഒരു UAN നമ്പർ അവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയർ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു UAN നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഒരു UAN നമ്പറും ഒരു പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, ഈ ഒരു EPFOയിൽ ഒരു എംപ്ലോയി ലോഗിൻ ഉണ്ട്. എംപ്ലോയർക്കും ലോഗിൻ ചെയ്യാം, എംപ്ലോയീസിനും ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ പേരിൽ എത്ര ഫണ്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തേക്കാനകത്ത് റിഫ്ലക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു UAN നമ്പറും ഒരു പാസ്വേഡും വെച്ചിട്ടായിരിക്കും എംപ്ലോയീസ് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് കോഡിൽ നമ്മൾ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാന്ന് ഒന്ന് നോക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ക്രീൻ കാണാവോ, വിസിബിൾ ആണോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ, കാരണം ഞാൻ അപ്പുറത്തെ സ്ക്രീനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്താൽ എനിക്ക് അറിയത്തില്ല. സോ ഇവിടെ നമ്മൾ പ്രാക്ടീസ് പോർട്ട് ലോഗിൻ ചെയ്യുന്നു. ഇത് നമുക്ക് നോക്കാനുള്ളത് PF ആണ്. സോ PF
ഫിൽട്ടർ ചെയ്തെടുക്കുക. അതിൽ നിന്ന് നമുക്ക് പ്രൈം മാനുഫാക്ചറിങ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് റണ്ണ് കൊടുക്കുക. ഇനി ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അല്ലെ. പ്രൈം മാനുഫാക്ചറിങ് പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എംപ്ലോയീസിനെ എൻറോൾ ചെയ്യാനുണ്ട് PF-ലേക്ക്. എംപ്ലോയി 1, 2, 3 3 പേരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പനിയുടെ ആ ഒരു EPFOയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു യൂസർ ID പാസ്വേഡും വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. യൂസർ നെയിം ഇവിടെ കൊടുക്കാം, പാസ്വേഡും കൊടുക്കാം, സൈൻ ഇൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു EPFOയുടെ ആ ഒരു സൈറ്റിന്റെ ഒരു മോഡൽ കേട്ടോ. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിവിടെ എംപ്ലോയറുടെ പ്രൊഫൈൽ നമുക്ക് കാണാം. ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ എംപ്ലോയറുടെ കുറച്ചധികം ഡീറ്റെയിൽസ്, പാന്, കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് മെമ്പർ ഓപ്ഷൻ ആണ്. അതിനകത്ത് രജിസ്റ്റർ ഇൻഡിവിജ്വൽ. നമുക്ക് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ 2-3 പേരൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി ഓരോരുത്തരും മാനുവലി ആഡ് ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബൾക്ക് അപ്ലോഡ് ചെയ്യാം. 2 രീതിയിൽ എംപ്ലോയീസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഇപ്പൊ തൽക്കാലം ഇതിനകത്ത് ഓപ്ഷൻ ഉള്ളത് രജിസ്റ്റർ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ആണ്. നമുക്ക് പ്രാക്ടീസ് കോഡിൽ നിങ്ങൾക്ക് ആ ഒരു പഠിക്കാനുള്ള രീതിയിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളൂ. അപ്പം ഇവിടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ഉണ്ടോ, UAN നമ്പർ ഓൾറെഡി ഉള്ള ആളെയാണോ നമ്മുടെ കമ്പനിയിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ ഇവിടെ കണ്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എസ് ആക്കിയിട്ട് വേറെ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരിക. UAN നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയി ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലായിരിക്കും വരിക. ഇവിടെ നമ്മളിപ്പം പ്രീവിയസ്ലി വേറെ എംപ്ലോയ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, UAN നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല, പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന എംപ്ലോയി ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് നോ കൊടുത്തു. ദെൻ നെയിം ആസ് ഓൺ ആധാർ. നെയിമിൽ ആധാറിൽ എന്താണോ നെയിം ഉള്ളത് അത് ഇവിടുന്ന് നോക്കി കൊടുക്കുക. ഇവിടെ നെയിമും കാര്യങ്ങളും, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 15/3/1990 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ ഈ ഒരു കലണ്ടർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടുന്ന് നിങ്ങൾ ബാക്കിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സെക്കൻഡ്. ഇവിടെ ഓപ്റ്റ് ചെയ്യുന്നു. Okay, 1990 എന്നിട്ട് ആ ഒരു ഇയർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ജെൻഡർ, ഫാദേഴ്സ് നെയിം, നാഷണാലിറ്റി അത് ഓൾറെഡി ഇവിടെ സെലക്ടഡ് ആണ്. ഇനി റിലേഷൻ, ഫാദർ, ദെൻ മാരിറ്റൽ സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, മാരീഡ്, മൊബൈൽ നമ്പർ, ക്വാളിഫിക്കേഷൻ ഇവിടെ BCom എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ചിലപ്പം ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ രീതിയിലൊക്കെ ആയിരിക്കും. സോ അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. BCom ആയതുകൊണ്ട് ഞാൻ ഗ്രാജുവേറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. മെയിൽ ID, ഇനി ഡേറ്റ് ഓഫ് ജോയിനിങ് 1/1/2025. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജാനുവരി 1 ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മന്ത്ലി EPF വേജസ് ആസ് ഓൺ ജോയിനിങ് ഡേറ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. EPF വേജസ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്, 14,500. സോ 14,500 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യാനുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി നെക്സ്റ്റ് നമ്മൾ KYC ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആധാറിൻ്റെത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് അത് മാത്രം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഞാൻ പാൻ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡിൽ ഉള്ള ആ ഒരു നെയിമും അടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറിലുള്ള നെയിം അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കുക.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. നിങ്ങളോട് ചോദിക്കും ആർ യു ഷുവർ ടു സേവ് ദ മെമ്പർ ഡീറ്റെയിൽ. യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് അത് നിങ്ങൾ എൻ്റർ ദ ഡേറ്റ് ഒക്കെ പോയിട്ട് ഇവിടെ താഴെ ഇങ്ങനെ മെമ്പർ ഡീറ്റെയിൽസ് പെൻഡിങ് ഫോർ അപ്രൂവൽ എന്ന് കാണിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വൺസ് നമ്മൾ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളൊന്ന് അപ്രൂവ് ചെയ്തും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പൊ അപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി പോകേണ്ടത് മെമ്പറിൽ തന്നെ അപ്രൂവൽസ് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ്. ഓക്കെ, അപ്പം മെമ്പറിനെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ആ ഒരു മെമ്പറിനെ നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇവിടെ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ആണ്, വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒന്ന് അതിനെ ഒരു മിനിറ്റ് അപ്രൂവൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഒന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വ്യൂ കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ഓർ റിജക്ട്. നിങ്ങൾ ഇപ്പം ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ബൾക്ക് അപ്ലോഡ് ഒക്കെയാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെ പെൻഡിങ് ആയിട്ടുള്ള അപ്രൂവലിന് റിക്വസ്റ്റുകൾ ഒന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് ഒന്നുകൂടി എടുക്കണമെങ്കിൽ പെൻഡിങ് വേറെ ഉണ്ടെങ്കിൽ അത് എടുക്കാം, റിജക്റ്റഡ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇനി അപ്രൂവഡിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്രൂവ് ചെയ്തത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു കംപ്ലീറ്റ് ആ ഒരു രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് പോർട്ടിൽ പോവുക, എന്നിട്ട് പ്രൈം മാനുഫാക്ചറിങ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു 3 എംപ്ലോയീസിനെയും ഇതേ രീതിയിൽ തന്നെ ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പോവാനായിട്ട് പോകുന്നത് ഒരു എംപ്ലോയിനെ നമ്മൾ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി പ്രാക്ടീസ് പോർട്ടിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇതില് PF ചൂസ് ചെയ്തു. നമ്മൾ മൂന്ന് ക്വസ്റ്റ്യനിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഒരു കമ്പനിയുടെ ഇതിൽ തന്നെ നമുക്കിപ്പം റിയൽ ആയിട്ട് ചെയ്യുന്ന സൈറ്റിൽ ഒരു കമ്പനിയുടെ ഒരു ലോഗിൻ വെച്ച് തന്നെ നമുക്ക് എംപ്ലോയിയുടെ ആഡ് ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതൊക്കെ ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ 3 കമ്പനിയിലെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന കമ്പനി അനുസരിച്ചിട്ടാണ് ഓരോ ഓപ്ഷൻസും നമ്മൾ ആ പ്രാക്ടീസ് ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കമ്പനി എടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എംപ്ലോയിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ എക്സിറ്റ് ചെയ്യുക എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക, റൺ കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ പ്രൊഫൈൽ ഈ ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. ഇന്നോവേറ്റീവ് സൊല്യൂഷന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടുന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെമ്പർ പ്രൊഫൈൽ ആണ്. ഓക്കെ, മെമ്പർ പ്രൊഫൈൽ ഓപ്റ്റ് ചെയ്തു.
നമുക്ക് ഈ ഒരു PDF അല്ലെങ്കിൽ ഒരു വേർഡ് ഫയൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. അവിടുന്ന് ഒരു എംപ്ലോയി പോവാണ്. അതായത് അതിന്റെ എക്സിറ്റ് ആവുന്ന റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു അല്ലെങ്കിൽ റിട്ടയർ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഈ ഒരു എംപ്ലോയിനെ എക്സിറ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ആ ഒരു PFന്റെ സൈറ്റിൽ നിന്ന് അതിന്റെ കാരണം നമ്മളോട് ചോദിക്കും. അതാണ് ഇവിടെ ഈ ഒരു സെസേഷൻ എന്നുള്ള രീതിയിൽ എക്സിറ്റ് റീസൺ തന്നിട്ടുള്ളത്. ഈ എംപ്ലോയിയുടെ UAN നമ്പർ, നെയിം, റീസൺ, എക്സിറ്റ് ഡേറ്റ് എന്നാണോ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുന്നത്, നമ്മൾ ഈ ഒരു EPFOയുടെ സൈറ്റിൽ നിന്ന് എംപ്ലോയിനെ നമ്മൾ എക്സിറ്റ് ആക്കുന്ന ഡേറ്റ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ ആ ഒരു UAN നമ്പർ കൊടുത്തിട്ട് എംപ്ലോയിനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് താഴെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, പ്രൊഫൈല്, KYC, മാർക്ക്, എക്സിറ്റ്, ഇതേ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മൾ നേരത്തെ ആ ഒരു അപ്രൂവലിന്റെ കേസിൽ നമ്മളൊരു എംപ്ലോയിനെ വ്യൂ ചെയ്യാൻ നേരത്തെ നമുക്ക് കണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു എംപ്ലോയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വ്യൂ ഒക്കെ ചെയ്തു, ഓക്കെ ആണ്. ഇനി ആ എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ മാർക്ക് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ സൂമിൻ ആയി ഇരിക്കുമായിരിക്കും. അതൊന്ന് കൺട്രോൾ മൈനസ് കൊടുത്ത് സൂം ഔട്ട് ചെയ്താലേ ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മാർക്ക് എക്സിറ്റ്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ. ദെൻ ഞാൻ മാർക്ക് എക്സിറ്റ് ചൂസ് ചെയ്യുന്നു. മാർക്ക് എക്സിറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എക്സിറ്റ് റീസൺ കൊടുക്കാം. ഷോർട്ട് സർവീസ് ആയിരുന്നു. ഇനി എനി അതർ റീസൺ റീസൺസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. റിട്ടയർമെന്റ് ആണോ, ഡെത്ത് ആണോ, അങ്ങനെ കുറച്ചധികം ഇത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അത് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സിറ്റ് ആവുന്ന PFന്നും EPFന്നും EPSCന്നും എക്സിറ്റ് ആവുന്ന ഡേറ്റ് ഇവിടെ കൊടുക്കുക. രണ്ടും സെയിം ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ആ ഒരു ഡേറ്റ് PDF തന്നിട്ടുണ്ട്. എക്സിറ്റ് ഡേറ്റ് 1/1/2025. ഇവിടുന്ന് കലണ്ടർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ആ ഡേറ്റ് കൊടുക്കുക. ഇവിടുന്ന് സെയിം ഡേറ്റ് തന്നെ കൊടുത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് മേളിൽ കാണാം സക്സസ്ഫുള്ളി എക്സിറ്റഡ്. അപ്പൊ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എക്സിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ എംപ്ലോയിക്ക് മറ്റൊരു കമ്പനിയിൽ കയറി ജോലിക്ക് വേണ്ടി കയറുമ്പോൾ അയാളുടെ ഓൾറെഡി ഉള്ള UAN നമ്പർ കൊടുത്തിട്ട് അവിടുത്തെ ആ ഒരു എംപ്ലോയർക്ക് അവർക്ക് വേണ്ടി കോൺട്രിബ്യൂഷനും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരുടെ വിഡ്രോവൽസ് കാര്യങ്ങളും അവർക്ക് ചെയ്യണം എന്നാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു കറന്റ്ലി അവർ വർക്ക് ചെയ്യുന്ന എംപ്ലോയർ അവരെ ആ ഒരു PFന്റെ ഇതിൽ നിന്ന് എക്സിറ്റ് ആക്കിയിട്ടുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണല്ലോ. ജസ്റ്റി, ഗ്രീഷ്മ, വിമൽ, അൻസിയ, ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻസ് നമ്മൾ EPFOയുടെ ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മൾ ESIയുടെ ചെയ്തപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ചെയ്തത് അല്ലെ. ആദ്യം നമ്മൾ മന്ത്ലി കോൺട്രിബ്യൂഷന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, എന്നിട്ട് ഒരു ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് കാണിച്ചു. ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യേണ്ട, ഒറ്റയടിക്ക് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളും അറ്റ് ദ സെയിം ടൈം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി പ്രാക്ടീസ് പോർട്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കമ്പനിയാണ് നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക കേട്ടോ. കാറ്റഗറി PF കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് ഉള്ള ഈ ഒരു കമ്പനി ഗ്രീൻ ടെക് ഇന്നോവേഷൻസ്, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നു, റൺ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഡൗൺലോഡ്സിൽ നിന്ന് പോയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക, ആ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഗ്രീൻ ടെക് ഇന്നോവേഷൻസ്, ഗ്രീൻ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ നമുക്ക് UAN നമ്പർ തന്നിട്ടുണ്ട്, മെമ്പർ നെയിം തന്നിട്ടുണ്ട്, ഗ്രോസ് വേജസ് തന്നിട്ടുണ്ട്, ബേസിക് പ്ലസ് DA തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ PFന്റെ ആ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഗ്രോസ് വേജസ് ആണോ എടുക്കുന്നത്, ബേസിക് പ്ലസ് DA ആണോ എടുക്കുന്നത്? ഏതാ എടുക്കുന്നുണ്ടാവുക? ബേസിക് പ്ലസ് DA. ബേസിക് പ്ലസ് DA ആണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അതായത് ഒരു കമ്പനിയിൽ നമുക്ക് ഇപ്പം ഒരു എംപ്ലോയിക്ക് ESIയും PF ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ESIയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും PFന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും എടുക്കുന്ന വേജസ് രണ്ട് വേജസ് ആണെന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ഒരേ പേജ് തന്നെ എടുത്ത് രണ്ട് ഇതിലും കണ്ടുവെക്കരുത്. ESIയും കണ്ടുവെക്കരുത്, PF കണ്ടുവെക്കരുത്. രണ്ടിനും രണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ്ലി തന്നെ തന്നിട്ടുള്ളത്. ബേസിക് ഗ്രോസ് വേജസ് ഇത്രയാണ്, ബേസിക് പ്ലസ് DA ഇത്രയാണ്. കണ്ടോ, അതായത് ആ ലിമിറ്റിനുള്ളിലാണോ വന്നിട്ടുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ചിലരുടെ നോക്കുമ്പോൾ ബേസിക് പ്ലസ് DA കൂടുതലുള്ളവർ കാണും. നോക്കിയേ, 16,000 ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരൊന്നും എലിജിബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? അപ്പം അത് നിങ്ങളൊന്ന് എൻഷുർ ചെയ്ത് പോകണം. എല്ലാവരുടെയും വേജസ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടോ, അതായത് PF ആപ്ലിക്കബിൾ അല്ലാത്ത എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടോ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ്ലി നോട്ട് ചെയ്ത് അവരുടെ സാലറിയുടെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഫർണിഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഈ ഒരു ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതായത് അതിൽ നിന്ന് PF ഇല്ലാത്ത എംപ്ലോയീസ് എത്ര പേരുണ്ട്, PF ഇല്ലാത്ത എംപ്ലോയിയുടെ സാലറി എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഈ ഒരു PF ഉള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ സൈറ്റിൽ ചോദിക്കും. ആ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ താഴെ ലോഗിൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രീൻ ടെക് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എംപ്ലോയർ പ്രൊഫൈൽ ഒക്കെ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് പേയ്മെന്റ്സിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 3 രീതിയിൽ നമുക്ക് ഇവിടെ പേയ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ECR റിട്ടേൺ ഫയലിംഗ് എന്നുള്ള ഓപ്ഷനാണ് പേയ്മെന്റ്സ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കാണാം. കണ്ടോ, ECR ക്വിക്ക് ലിങ്ക് ഉണ്ട്, പെൻഡിങ് ചെല്ലാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത് ECR അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണുള്ളത്. സോ ക്ലിക്ക് ചെയ്യുന്നു ECR അപ്ലോഡ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് വീണ്ടും കുറച്ചധികം ടാബുകൾ ഉണ്ട്. ഡൗൺലോഡ് ECR ഫയൽ അപ്ലോഡ്, ഡ്രാഫ്റ്റ്, പ്രോസസ്, റീസെന്റ്. ഓക്കെ, അപ്പൊ റീസെന്റിനകത്ത് നമുക്ക് പ്രീവിയസ് മന്ത്സിലേക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. സോ വേജ് മന്ത്, ഏത് മാസത്തെ വേജസിന്റെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ ആ ഒരു മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് മന്ത് തന്നിട്ടുണ്ടാവും. ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2024. ഇയർ മാറ്റി കൊടുക്കാം, ജൂലൈ ആക്കാം. ഇനി ഫയൽ ടൈപ്പ് ECR ആണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഡൗൺലോഡ് കൊടുത്തേക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മാം ഇടയ്ക്ക് വോയിസ് കട്ട്, എന്നോട് പറയാമോ? എവിടെ കേൾക്കാതിരുന്ന? മാം പാസ്വേഡ് കൊടുത്ത് എൻ്റർ ആയില്ലേ, സ്റ്റക്ക് ആയി. പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ പേയ്മെന്റ്സ് ഓപ്റ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ECR റിട്ടേൺ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ECR റിട്ടേൺ. ഓക്കെ, ECR റിട്ടേൺ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരിക. ഇവിടുന്ന് ECR അപ്ലോഡ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ഡൗൺലോഡ് ECR ഫയലില് മന്തും അതുപോലെ തന്നെ ഫയൽ ടൈപ്പ് ECR എന്നുള്ളതും ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഓക്കെ. മന്ത് ജൂലൈ കൊടുക്കുന്നു, ഇയർ 2024 കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു എക്സൽ ഫയലിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ ഡേറ്റാസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഷീറ്റ് വന്നിട്ടുണ്ട്. ECR ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് എക്സലിൽ ഫോർമാറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഗ്രോസ് വേജസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, EPF വേജസ് ചോദിക്കുന്നുണ്ട്, EPS വേജസ് ചോദിക്കുന്നുണ്ട്, ED LI വേജസ് ചോദിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ EPFന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എത്രയാണ് റെമിറ്റ് ചെയ്തത്, EPSന്റെ എത്രയാണ്,
എഫിന്റെ എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. NCP ഡേയ്സ്, റീഫണ്ട് ഓഫ് അഡ്വാൻസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇവിടെ ഈ ഒരു NCP ഡേയ്സും റീഫണ്ട് ഓഫ് അഡ്വാൻസ് നമുക്ക് നോർമലി വരാറില്ല. NCP ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും ഡേയ്സ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളോട് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു റീഫണ്ട് ഓഫ് അഡ്വാൻസസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ PF-ൽ നിന്നും എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാറുണ്ട്. ദെൻ എന്തെങ്കിലും റീഫണ്ട് ആയിട്ട് നമ്മൾ തിരിച്ചടച്ചു കൊടുക്കാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റുകളായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഇവിടെ റീഫണ്ട് ഓഫ് അഡ്വാൻസിൽ എന്തെങ്കിലും എമൗണ്ട് വരുവാണെങ്കിൽ കൊടുത്താൽ മതി. അതും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഈ ഒരു ഡേറ്റ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. UAN നമ്പർ ഒന്ന് കോപ്പി ചെയ്യുന്നു, നെയിം കോപ്പി ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ UAN നമ്പറും നെയിമും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഗ്രോസ് വേജസ് കോപ്പി ചെയ്ത് കൊടുക്കാം. ഗ്രോസ് വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊടുക്കണ്ടേ? ഏതായിരിക്കും കോപ്പി ചെയ്ത് കൊടുക്കാം? സ്ക്രീൻ കാണാവോ? അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണൂല എനിക്ക്. കാണാം മാം. കേട്ടില്ല? കാണാം മാം, സ്ക്രീൻ കാണാം. പറയാമോ? കേൾക്കുന്നില്ല. മാം സ്ക്രീൻ കാണാം. ഇതിൽ നമ്മൾ ഏത് വേജസ് ആണ് നമ്മൾ ഈ ഒരു ഗ്രോസ് വേജസ് ആയിട്ട് കൊടുക്കേണ്ടത്? ഞാൻ ആ ക്വസ്റ്റിനും കൂടി ഒന്നുകൂടെ കാണിക്കാം. ഏത് വേജസാ കൊടുക്കുക? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഏതാ കൊടുക്കുക? ഗ്രോസ് വേജസ് ഏതാ കൊടുക്കേണ്ടത്? ബേസിക് പ്ലസ് DA ആണോ ഈ ഒരു ഗ്രോസ് വേജസ് ആണോ കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് ഗ്രോസ് വേജസ് കൊടുക്കാനുണ്ട്, EPF വേജസ് കൊടുക്കാനുണ്ട്, EPS വേജസ് കൊടുക്കാനുണ്ട്, EDLI വേജസ് കൊടുക്കാനുണ്ട് അല്ലെ? കുറച്ചധികം ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രോസ് വേജസ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ഗ്രോസ് വേജ് എത്രയാണോ അത് തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക? കോപ്പി ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് Ctrl+Alt+V കൊടുക്കുക കേട്ടോ. ഈ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ കോപ്പി ആവാൻ വേണ്ടി Ctrl+Alt+V കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓരോ എംപ്ലോയീസിന്റെയും ഗ്രോസ് വേജസ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് EPF കണ്ടുപിടിക്കാനുള്ള, അതായത് നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള വേജസ് അത് നമ്മൾ ഏതാ എടുക്കുക? ഗ്രോസ് വേജസ് ആണോ എടുക്കുക അതോ ബേസിക് പ്ലസ് DA ആണോ എടുക്കുക? ഏതാ എടുക്കണ്ടേ? ബേസിക് പ്ലസ് DA. ബേസിക് പ്ലസ് DA എടുക്കാം. അപ്പം EPF കാണാനും EPS കാണാനും EDLIലേക്കുള്ള വേജസ് നമ്മൾ എടുക്കേണ്ടത് ഗ്രോസ് വേജസ് അല്ല, നമ്മുടെ ഈ ഒരു ബേസിക് പ്ലസ് DA എന്നുള്ള ഈ ഒരു കാര്യമാണ് കൊടുക്കേണ്ടത്. ഇത് കോപ്പി ചെയ്ത് കൊടുക്കുക. സെയിം രീതിയിൽ Ctrl+Alt+V ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൂന്നിലും നമ്മൾ സെയിം ഡേറ്റ തന്നെ കൊടുക്കാം.
ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമ്മുടെ EPFന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കുക, ഈക്വൽ ടു നമ്മുടെ EPF വേജസ് ഈക്വൽ ടു EPF വേജസ് ഇൻറ്റു 12%. ഓക്കെ, EPFിലേക്കുള്ള ഒരു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. ഈക്വൽ ടു, ഈ കോളം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മാറിപ്പോരുത്. EPFന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് EPF വേജസിന്റെ 12% ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാവരുടെയും കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് EPSലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്. EPSലേക്ക് എത്രയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ പോകുന്നത്? എംപ്ലോയി പെൻഷൻ സ്കീമിലേക്ക് ആ ഒരു 12%ന്റെ എത്ര പെർസെന്റേജാ പോവാ? 8.33% ആയിരിക്കും കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ടാവുക. ഈ ലേണിംഗ്സ് കണ്ടവർക്കാണെങ്കിൽ അത് അറിയാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് വന്നവർക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അതായത് നമ്മുടെ EPFലേക്ക് നമ്മൾ ഈ ഒരു എംപ്ലോയി പെൻഷൻ ഫണ്ടിലേക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ പോകുന്നത് 3 രീതിയിലാണ്: EPF, EPS, EDLA അല്ലെ? അതിനകത്ത് നമ്മുടെ 12%ന്റെ മെജോറിറ്റി ഓഫ് പെർസെന്റേജ് പോകുന്നത് നമ്മുടെ പെൻഷൻ സ്കീമിലേക്കാണ്. നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ബാലൻസ് ഉള്ള ഒരു ചെറിയ പെർസെന്റേജേ പോകുന്നുള്ളൂ. നമ്മുടെ EDLA എന്ന് പറയുന്നത് നമുക്ക് അഡീഷണലി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെപ്പറേറ്റ്ലി തന്നെ ചെയ്ത് ആ ഒരു എക്സൽ ഫയൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം EPSലേക്കുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് വേജ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക? ഏത് വേജാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? EPS wages. EPS വേജസ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അവിടെ എത്ര പെർസെന്റേജ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? 8.33%. നമുക്ക് ഈ ഒരു EPF കണ്ടുപിടിച്ചതിന്റെ എത്ര പെർസെന്റേജ് ആണ് EPSലേക്ക് മാറ്റുക? 8.33% നമ്മൾ മാറ്റിയാൽ മതി. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ അതിന്റെ ആ ഒരു ചെറിയ പെർസെന്റേജ് കണ്ടുപിടിച്ചെടുക്കാം. പക്ഷെ അതിൽ നമുക്ക് മിസ്റ്റേക്സ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി നമ്മൾ PFന്റെ 12% കോൺട്രിബ്യൂഷൻ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു എംപ്ലോയിയുടെ PFലേക്ക് വേണ്ടുന്ന 12% കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ ഒരു 12% സ്പ്ലിറ്റപ്പ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിൽ നിന്ന് എത്ര ശതമാനം EPSലേക്ക്, EPFലേക്ക്, EDLAലേക്ക്, ഈ ഒരു കാര്യമാണ് ഇനി ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ എംപ്ലോയി പെൻഷൻ സ്കീമിലേക്കുള്ള, പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൽ നിന്നും പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കൊടുക്കുക. അതിന് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ ഒരു 1800 എന്ന് പറയുന്ന എമൗണ്ട് ആണ്. അതിന്റെ 8.33%. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്യാം, ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ ഈ ഡേറ്റാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് NCP ഡേയ്സും റീഫണ്ടിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഷീറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷീറ്റിനെ നമുക്ക് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത് സേവേഴ്സ് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിലോ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിയിടുക. ഇത് നമ്മൾ ഒരു CSV ഫയലായിട്ടായിരിക്കും നമ്മളിത് സേവ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്.
അതെന്താ മാം അങ്ങനെ കൊടുക്കുന്നത്? എക്സ്റ്റൻഷൻ CSV നമുക്ക് ഇത് എക്സൽ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇത് ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. എക്സൽ ഫയലോ വേർഡ് ഫയലോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് ഇവിടെ തന്നെ നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ആദ്യം അതിനൊരു CSV ഫയലായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഒരു CSV ഫയലിൽ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, വേറെ ഫോർമാറ്റ് ഒന്നും അതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. മാം ഈ CSV എന്തെങ്കിലും ഫുൾ ഫോം ഉണ്ടോ? കേട്ടില്ല. ഈ CSV ഇതിന് ഫുൾ ഫോം എന്തെങ്കിലും ഉണ്ടോ? ഫുൾ ഫോം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. എന്നിട്ട് ഈ ഒരു എക്സൽ ഫയല് നമ്മൾ സേവ് വെച്ചതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ എക്സൽ ഫയൽ ഓൾറെഡി നമ്മൾ വർക്കിംഗ്സ് സേവ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു കോപ്പി നമ്മൾ സേവാസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ ഒരു കോപ്പി CSV ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫയല് കിടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ CSV ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ട് ഏതാ ആ ഒരു സ്ഥലം എവിടെയാണോ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുക. എന്നിട്ട് ഇത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുക. നോട്ട് പാഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതൊന്ന് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കാം. ഇപ്പം ഇവിടെ നമുക്ക് ഈ കുറെ കോമാസ് വന്നിട്ടുണ്ട്, കണ്ടോ? കോമാസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കോമാസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ അപ്ലോഡ് ആവില്ല. സോ നമുക്ക് ആ ഒരു കോമ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് വേറെ കുറച്ച് സിമ്പിൾസ് ആണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോമാസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇറർ വരും. ഇറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ ഒരു ഡേറ്റ അത് ക്യാച്ച് ചെയ്ത് എടുക്കില്ല. അതിൽ നിന്ന് ഡേറ്റ പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പാടാണ്. സോ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, അതിൽ നിന്നും ഈ ഒരു കോമാസിനെ നമ്മൾ മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ Ctrl F അടിക്കാം. സെലക്ട് ചെയ്യണ്ട കേട്ടോ, 1 സെക്കൻഡ് ഒന്ന് മാറ്റിക്കോട്ടെ. ഇതിൽ നിന്നും Ctrl H നമ്മൾ ആ ഒരു ഷോർട്ട് കീ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇവിടുന്ന് കോമയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മളൊരു #, Shift+3 പ്രസ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ഒരു ഡിൽഡ സിമ്പിൾ ഉണ്ട് നമ്മുടെ ആ ഒരു കീ ഇരിക്കുന്നതിന്റെ ഡിൽഡ. നെക്സ്റ്റ് 1ന്റെ തൊട്ട് ഇപ്പുറത്തുള്ളത് ഓക്കെ ഡിൽഡ എന്നുള്ള നെയിമിൽ കൊടുത്തിട്ടുണ്ട്. അതും ഷിഫ്റ്റ് ആ ഒരു 1ന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ആ ഒരു കീ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഒന്നുകൂടി Shift+3 പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, #, കൊടുക്കുന്നു, ഡിൽഡ കൊടുക്കുന്നു, വീണ്ടും ഒരു #, കൊടുക്കുന്നു. ഈ ഒരു ഫോർമാറ്റിലേക്കാണ് നമുക്ക് ആ കോമ വെച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കാം. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, ഇവിടെ നമ്മള് ഇത് ഓൾറെഡി മാറിയിട്ടുണ്ടെങ്കിൽ മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഫയലിൽ നമ്മൾ ഒന്നുകൂടി ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുക. നോട്ട് പാഡ് കൊടുത്തതിന് ശേഷം Ctrl H പ്രസ് ചെയ്യുന്നു. നമുക്ക് ഈ കണ്ടോ ഈ കോമാസ് വന്നിട്ടുള്ളത് കണ്ടോ? കോമാസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറർ വരും. അതിന്റെ ഇടയ്ക്ക് കുറച്ചധികം സ്പേസുകളും കാര്യങ്ങളും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറച്ചധികം ബ്ലാങ്ക് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു CSV ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കോമാസ് വെച്ചിട്ടായിരിക്കും ആ വാല്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പം അത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ Ctrl H പ്രസ് ചെയ്ത് കോമ നമുക്ക് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം.
എന്നിട്ട് ഷിഫ്റ്റ് 3 പ്രസ് ചെയ്യുന്നു, ഹാഷ്, എന്നിട്ട് ടിൽഡ, ആ ഒരു 1ന്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു കീയെ പ്രസ് ചെയ്തിരുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം അത് നമ്മൾ പ്രസ് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും ഷിഫ്റ്റ് 3 പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് റീപ്ലേസ് ഓൾ കൊടുത്താൽ മതി. ഫൈൻഡ് ചെയ്യേണ്ട, നേരെ റീപ്ലേസ് ഓൾ കൊടുത്താൽ മതി. ഓക്കെ ആണോ? ശരി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, ബ്ലാങ്ക് സ്പേസും കാര്യങ്ങളും ഒന്നും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനില്ല. ഇതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് കുറച്ചൊരു ടൈം എടുക്കും, കുറച്ചധികം നമുക്ക് താഴേക്ക് ആ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ട്. ആ ബ്ലാങ്ക് സ്പേസ് മൊത്തം ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള സിമ്പലിലേക്ക് മാറിയിട്ടുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത്രയും ഡേറ്റാസ് നമുക്ക് ആവശ്യമില്ലാതെ വന്ന് ഇതായിട്ട് കിടക്കുന്നുണ്ട്. അത്രയും നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട്, സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ പോവാതെ ആ രീതിയിൽ വേണം ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഉണ്ടായിരുന്ന ആ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിനെ ഒന്ന് ഫയലിൽ പോവാം, സേവ് അസ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ കണ്ടോ, സേവ് ടൈപ്പ് ആസ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടുണ്ട്. ഇതിന്റെ പേരും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ECR ജൂലൈ എന്നുള്ള ഒരു പേര്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു പേര് മാറ്റി കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ടൈപ്പ് ഒന്ന് നോക്കുക, അത് എൻഷുർ ചെയ്തതിനു ശേഷം സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫയലിൽ പോകുന്നു, സേവ് അസ് കൊടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫയലുകളിലേക്ക് പോവാം. ഇവിടെ ഇനി അപ്ലോഡ് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മന്ത് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മള് ജൂലൈ മന്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പോവാം. 2024 ഇയർ ഓപ്റ്റ് ചെയ്യുന്നു, ജൂലൈ മന്ത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചൂസ് ഫയൽ കൊടുക്കുക. ജൂലൈ മാസത്തെ സാലറി നമ്മൾ നോർമലി ഓഗസ്റ്റിലായിരിക്കും ഡിസ്പേഴ്സൽമെന്റ് ഒക്കെ നടക്കുക. സോ ഇവിടെ ഓൾറെഡി ഡിസ്പേഴ്സൽ ഡേറ്റ് ഒക്കെ തനിയെ വന്നിട്ടുണ്ട്. ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ആ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റി വെച്ച ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഫയൽ ടൈപ്പ് ECR ആണെന്നുള്ളത് കൊടുക്കുന്നു. റിമാർക്കോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ദെൻ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. റിമാർക്ക് മാൻഡേറ്ററി അല്ല, ഇവിടെ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തും ഇതും കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇത്രയും വരെ ക്ലിയർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം.
ഇപ്പം ആദ്യം നമ്മൾ ഡൗൺലോഡ് ECR ഫയൽ ചെയ്തു. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അതിനെ എന്തിലേക്ക് മാറ്റി? ഒരു CSV ഫയലിലേക്ക് മാറ്റി അല്ലെ? കോമാസ് ഉള്ള ഒരു ഫയലിലേക്ക് മാറ്റി. എന്നിട്ട് ആ കോമാസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ അതിനൊരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം കോമാസ് റിമൂവ് ചെയ്ത് നമ്മൾ വേറെ ഒരു സിമ്പിൾ കൊടുത്തു, അതിനെ റീപ്ലേസ് ചെയ്തു. അതിലുണ്ടായിരുന്ന ബ്ലാങ്ക് സ്പേസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ECR ഫയലിൽ ആ ഒരു ഡേറ്റ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഡ്രാഫ്റ്റിലായിരിക്കും വരിക. എന്നിട്ട് നമ്മൾ അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇൻ പ്രോസസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ പോകുന്നത്. സോ ഇതിൽ പ്രിപ്പയർ ചെല്ലാൻ കൊടുക്കാം. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ്, നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഡേറ്റയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. കോൺട്രിബ്യൂഷൻ റെമിറ്റഡ് എത്രയാണ്, അതിനകത്ത് EPFന്റെ ER ഷെയർ എത്രയാണ്, EPS കോൺട്രിബ്യൂഷൻ, EDLA കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. EDLAയുടെ കോൺട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയി വരുന്ന കേട്ടോ. ഒരു 5 സംതിങ് പെർസെന്റേജേ ഉള്ളൂ. ഓക്കെ, ആ ഒരു പെർസെന്റേജ് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി റീഫണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് 0 ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടില്ലേ, എന്തെങ്കിലും അഡീഷണൽ ഡേറ്റ കയറി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ മന്ത്, ഓരോ മാസവും നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ആ ഒരു കൗണ്ട് നമുക്ക് കൊടുക്കണം. അതായത് ചില മാസങ്ങളിലൊക്കെ റിസൈൻ ചെയ്ത് പോകാറുണ്ട്, റിട്ടയർ ആവാറുണ്ട്. അപ്പം എംപ്ലോയീസിന്റെ ടോട്ടൽ കൗണ്ട് ഇവിടെ എല്ലാ മാസവും നമ്മൾ കൊടുക്കണം. സോ നമുക്ക് ആ ഒരു PDF ഒന്ന് ചെക്ക് ചെയ്യാം. 100 എംപ്ലോയീസ് ആണ് ഓർഗനൈസേഷനിലുള്ളത്. ആ നമ്പർ നമ്മൾ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമ്പർ ഓഫ് എക്സ്ക്ലൂഡഡ് എംപ്ലോയീസ്, അതായത് ഈ ഒരു PF ബാധകമല്ലാത്ത എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ കൊടുത്തേക്കാം. ഇനി ഗ്രോസ് വേജസ് ഓഫ് ദ എക്സ്ക്ലൂഡഡ് എംപ്ലോയീസ്, എക്സ്ക്ലൂഡഡ് എംപ്ലോയീസിന്റെ ഗ്രോസ് വേജസ് അല്ലെങ്കിൽ സാലറി എത്രയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ഫർണിഷ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ജനറേറ്റ് ചെല്ലാൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫൈനലൈസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്കായിരിക്കും നമ്മൾ പിന്നെ റീഡയറക്ട് ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ഫൈനലൈസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഫൈനലൈസിന്റെ അവിടെ മാറിയിട്ട് നമുക്ക് ഇത് ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് ഓപ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന പോലെ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാം. പേയ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് റീഡയറക്ട് ആയി പോകില്ല. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അതൊരു PDF ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടാവുക. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഇതാണ്. ഇത് PDF ആക്കി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? അപ്പം ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. 3 കമ്പനീസിന്റെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. 3 കമ്പനീസിന്റെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് എംപ്ലോയിനെ ആഡ് ചെയ്യണം, ഒന്ന് എംപ്ലോയിനെ അതിൽ നിന്നും എക്സിറ്റ് അടിക്കണം, നെക്സ്റ്റ് നമ്മൾ ഫയലിങ്സ് ചെയ്യണം. 3 കാര്യങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ലേണിംഗ്സിൽ അതിന്റെ ക്ലാസ്സസ് കാണാത്തവര് ഒന്നുകൂടി ലേണിംഗ്സിൽ പോയിട്ട് ക്ലാസ്സസ് കാണാം. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് ഒന്നുകൂടി എടുത്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ക്ലോസ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ചിലപ്പം നിങ്ങൾ പകുതി വെച്ച് നിർത്തിയിട്ട് പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തേക്കാം, പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ?